ഇത് ചാവക്കാട് ബ്ലാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നാലുമണിക്കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കയാക്കിങ്, ബോട്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. 10 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ് കേട്ടോ. അത് തന്നെ നമുക്ക് വളരെ ലാഭകരമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിങ്ങിനും മറ്റുള്ളതിനൊക്കെ ചാർജസ് കൊടുക്കണം. പിന്നെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ പഴയകാല മുഖങ്ങൾ, കുട്ടകൾ, പുട്ടുകുറ്റി, അങ്ങനെയൊക്കെ ഉള്ള പിന്നെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. ആളത്തൊപ്പി. ഇവിടെയാണ് കയാക്കിങ്, ബോട്ടിങ്. അത് പെഡൽ ബോട്ടിലേക്കാണ് കയറുന്നത്. ഒരു 4 പേർക്ക് അങ്ങോട്ട് കയറിയിരിക്കുക. അതിൽ 4 പേർക്ക് കയറിയിരുന്ന് പെഡൽ ബോട്ട്. ഇതൊരു കായലാണ്. ഈ കായലിൻ്റെ ഉള്ളിൽ നമുക്ക് സഞ്ചരിക്കാം. അതിനെ പറ്റിയ സ്ഥലമാണിത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടേക്ക് പ്രവേശനമുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കാരണം നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ്. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നാലുമണിക്കാറ്റ് എന്ന പേരിൽ നല്ലൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞങ്ങള് കുറച്ചു നേരം ഇതൊക്കെ ഒന്ന് കണ്ട് ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും പാലത്തിന്റെ മുകളിൽ കൂടെ തന്നെ കിടക്കണം. പാലം അത് മുള ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. മുളയാണ് ഈ പാലത്തിന്റെ കൈവരികളും നടക്കാനുള്ള സ്ഥലമൊക്കെ അങ്ങനെ മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ചെറിയ ചെറിയ ചിറകൾ മാതിരി, ചിറകളുടെ സൈഡിലൊക്കെ ഇത് നട്ടുപിടിപ്പിച്ച്, തെങ്ങുകളൊക്കെ നട്ടുപിടിപ്പിച്ച്, തെങ്ങുകളെ ഏകദേശം വളർച്ചയുണ്ട്. പക്ഷെ നാളികേരങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ. അകലെ നിന്ന് തന്നെ നാലുമണിക്കാറ്റ് എന്ന് എഴുതി വെച്ചത് കാണാം. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് കളി ഉപകരണങ്ങളുണ്ട്. പ്രായപൂർത്തിയായവർക്കൊന്നും ഇതിൽ പ്രവേശിക്കാനുള്ള അനുമതി ഇല്ല കേട്ടോ. കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായ കാറ്റ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വളരെ നല്ലതെന്ന് വെച്ചാൽ വളരെ നല്ലത് തന്നെയാണ്. കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ ഏറ്റവും നല്ലത്. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒഴുകിയാണ് വരുന്നത് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഇതൊരു മീനിന്റെ ആകൃതിയിൽ ഇതിൽ പാനിപൂരി, ചിക്കൻ പൂരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സംഗതി ആണിത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അതിൽ അങ്ങനെയുള്ള സംഗതികളൊന്നും കണ്ടില്ല. മഴക്കാറല്ല കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് തോന്നുന്നത് കേട്ടോ. വൈകുന്നേരം അപ്പോൾ സൂര്യൻ എതിർവശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് അങ്ങോട്ട് വലിയ മികവ് ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. എന്നാലും കുഴപ്പമില്ലാത്ത രൂപത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് ഈ കായലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ബെഞ്ചിലൊക്കെ വന്നിരിക്കാം. പിന്നെ ഇത് അവിടെ വേണ്ട മറ്റേ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് 2 പെൺകുട്ടികൾ ഫോട്ടോ എടുക്കാണ്. എൻ്റെ ക്യാമറ കണ്ടപ്പോൾ പെൺകുട്ടികൾ ഒതുങ്ങി നിന്നതാണ് കേട്ടോ. ഇവിടത്തോളം വരെ നടന്നു വന്ന് നമുക്കിവിടെ നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അതിനൊന്നും യാതൊരു തടസ്സമില്ല കേട്ടോ. വഞ്ചിയിൽ അത് തുഴഞ്ഞ് പോകുന്ന വഞ്ചിയാണ് കേട്ടോ. തുഴക്കാരൻ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ തുഴക്കാരൻ ഉണ്ടാവും. നമുക്കതിൽ കയറി ഈ കായലിൽ ഇങ്ങനെ കുറേ നേരം സഞ്ചരിക്കാം. അതിന് മണിക്കൂറിന് എത്ര 50 രൂപയോ ഒരാൾക്ക്, അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എൻ്റെ ചാർജ്. അത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയില്ല. ഇത് പെഡൽ ബോട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. പെഡൽ ബോട്ടിന് നല്ല ഈ ലൈഫ് ജാക്കറ്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. നമ്മൾ തുറഞ്ഞു പോകണുണ്ടോ. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നാലുമണിക്കാറ്റ് എന്ന് പറയുന്ന സാധനം. നാലുമണിക്കാറ്റ് പേരിലെന്നെ തന്നെ എന്തോ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രത്യേകതകൾ. ഇത് വലിയൊരു കായലാണത്. കായലിൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറമാണ് തുഴഞ്ഞ്
വഞ്ചിയാണ് വഞ്ചിയിൽ തുടങ്ങി ഇങ്ങനെ കുറേ നേരം സഞ്ചരിക്കും. 1 മണിക്കൂറോ അരമണിക്കൂറോ എന്നൊക്കെ തോന്നുന്നുണ്ട് കണക്ക്. 4 മണിക്കാർ സഞ്ചാരികൾ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ചെറിയൊരു ദ്വീപാണ് കേട്ടോ, ദ്വീപക്കാഴ്ചകളാണ്. കുട്ടികൾക്കൊക്കെ ആടാൻ പാടും, പക്ഷേ അതിൽ വലിയവരൊക്കെ ഇന്ന് കാണുന്നുണ്ട് കേട്ടോ. ഈ ലൈറ്റൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത് കണ്ടോ, നമ്മുടെ അപ്പുറത്ത് വന്നിട്ട് അപ്പുറത്ത് ലൈറ്റ് കണ്ടോ, ലൈറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളതൊക്കെ പോയി ഇത് കണ്ടോളൂ. മരക്കുമ്പളൊക്കെ ലൈറ്റ് അറേഞ്ച്മെന്റ്, ലൈറ്റ് നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റ് കാണാൻ നല്ല ഭംഗി അവിടെ. നാല് മണിക്കാറ്റ് കണ്ട ആളുകൾ ഇങ്ങനെ ബോട്ടിൽ കയറാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് ഞങ്ങൾ തിരിച്ച് പോരാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം കൂടി കാണണോ? 4 മണിക്കാറ്റ് കണ്ട എൻ്റെ കേരളം ബോട്ടിംഗ് സോൺ. ഇതിന് വേറെന്തൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ആ പേര് എന്താണ്, വേറൊരു പേരും കൂടി ഉണ്ട്, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെ മുന്നിൽ തന്നെ നടന്ന ആ കരിക്ക് ചെത്തി വെച്ച് കേട്ടോ. കരിക്ക് ചെത്തി വെച്ച വലിയ കുട്ടച്ചിട്ടുണ്ട്. ഇതവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്.